സമീപി മതി ഏത് ദുഃഖവും ഇല്ലാതാകാൻ. ഒരു ചായക്കും കടിക്കൊക്കെ ഇപ്പൊ ഒരേ വിലയാ ഈ ജെൻഡർ ഇക്വാലിറ്റി പോലെ. അത് മേടിക്കാൻ പോലും ഇപ്പൊ എന്റെ പൈസ ഇല്ല. ഈ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടോ? 3-4 മാസമായി ഞാൻ ഇത് തന്നെ എടുത്തത്. എന്നിട്ട് ഞാൻ കാണുമ്പോ ഓരോ ദിവസം ഓരോ ഷർട്ടാണല്ലോ. അത് കഴിയുമ്പോ നിറം പോന്നെയാ. ഇതൊന്നും ഒരു ദാരിദ്ര്യമല്ല. 2 ദിവസം ഞാൻ പട്ടിണിയായിരുന്നു. 3-ന്റെ അന്ന് ഞാൻ ചിന്തിച്ച കാര്യം കേട്ട മനുഷ്യനായിട്ട് ജനിച്ച ഒരാളുടെ മനസ്സ് പെടയും. അതെന്താ അത്? ഈ കിടക്കുന്ന മണലുകളൊക്കെ ഉണ്ടല്ലോ, അതൊരു 2-3 ചാക്ക് വാരി ഇവിടെ കപ്പലിന് വിൽക്കുന്ന മുരുകണ്ണന് കൊടുത്താലോ എന്ന് വരെ ഞാൻ വിചാരിച്ചത്. അതെന്തിനാ അയാൾക്ക് കൊടുത്തിട്ട്? പൈസക്ക് വേണ്ടിട്ട്. എന്തുവാളിയാ പറയുന്ന? അയാൾക്ക് മണൽ വേണമെങ്കിൽ അയാൾ ഇവിടെ ഒന്ന് വാരത്തില്ല. ഇനി നീ വാരി കൊടുത്തിട്ട് വേണോ അയാൾക്ക് കപ്പലണ്ടി വറക്കാനായിട്ട്? ദാരിദ്ര്യം പറഞ്ഞ് എന്നെ തോപ്പിക്കാനുള്ള പരിപാടിയാ. ഇവന്റെ അച്ഛൻ അപ്പൂപ്പന്മാരെ വിറ്റ കാശും അതിന്റെ ബാലൻസും എൻ്റെ കയ്യിലുണ്ട്. അടുത്ത് ഒരെണ്ണം ഇറക്കാം. എന്നാ പിടിച്ചോ. വീട്ടിൽ ഇപ്പൊ കറണ്ട് ഇല്ല. ഞാനിപ്പം മെഴുകുതിരി വെളിച്ചത്തില്ല ജീവിക്കുന്നത്. അതെന്തുപറ്റി? പവർ കട്ടാണോ? അല്ലാതെ ഞാനങ്ങ് കട്ട് ചെയ്തില്ല. വീട്ടിൽ സ്വിച്ച് ഇട്ടാ കറണ്ട് വരുമെന്ന് വെച്ചിട്ട്. പിന്നെ അമ്മ അങ്ങനെ അറിയാതെ ഒന്ന് സ്വിച്ച് ഇടുമെന്ന് വെച്ചിട്ട് ഞാൻ ഫ്യൂസും അങ്ങ് ഊരി വെച്ച്. ഒരുപാട് കറണ്ട് ബില്ല് വന്നാൽ എന്റെ വീട്ടുകാരത് താങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് താങ്ങി. ഈ ദാരിദ്ര്യം പറച്ചില്ല ഇനി എനിക്ക് തന്നെ വിജയിക്കണം. വീട്ടിൽ ചോറില്ലാത്തോണ്ടേ പാത്രം മാത്രം എടുത്തിട്ട് ചോറുള്ളത് പോലെ ഞാനങ്ങ് തിന്നു. എന്റെ വീട്ടിൽ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാത്രവും ചോറും കയ്യിലുള്ളതുപോലെ അഭിനയിച്ചങ്ങ് തിന്നും. ഇപ്പൊ 2 ദിവസമായിട്ട് അങ്ങനെയാ തിന്നുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒരാൾ എന്നെ ആദ്യമായി ദാരിദ്ര്യം പറഞ്ഞ് തോൽപ്പിച്ചിരിക്കുന്നു. ഇവൻ എന്നെക്കാളും വലിയ കള്ളന, കള്ള കരിമ്പുലി.